പ്രവർത്തകൻ ഇനി ഖത്തറിലും പിന്നെ ചൈനയിലും പിന്നെ എന്താണ് വേറെ ഒരു രാജ്യം കൂടെ പറഞ്ഞു. ആ രാജ്യത്തും കൂടിയാണ് പിന്നെ എന്താണ് അങ്കോള രാജ്യത്ത് അവരുടെ 50ാം വാർഷികമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ 7 ദിവസമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 7 ദിവസം മാത്രം നമുക്ക് വന്നാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ കളിക്കാം. അവർക്ക് ചൈനയിൽ കളിക്കാം, അവർക്ക് അങ്കോളയിൽ കളിക്കാം, ഖത്തറിൽ കളിക്കാം. അത് അവരാണ് നിശ്ചയിക്കുന്നത്. AFA ആണ് അവർ എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം നിശ്ചയിക്കുന്നത്. ഞങ്ങളും റിപ്പോർട്ടർ പോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ടീമും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം ഞങ്ങളുടെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യണം. ആ ഫുൾഫിൽ ചെയ്ത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗത്തുള്ള മറുപടി വരണം. ആ മറുപടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്ക് കളി ഉണ്ടാവും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് വരിക. അത് അനൗൺസ് ചെയ്യേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFA ആണ് അനൗൺസ് ചെയ്യേണ്ടത്. അത് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ അറിവ്, അല്ലാതെ പിന്നെ എന്താണ് നമ്മുടെ പച്ചാളംപാസി വന്ന് ചതിച്ചു എന്നുള്ള നിലയ്ക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ട് അതിനും കൂടെ വളരെ, കാരണം നിങ്ങളിങ്ങനെ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ടീമിനെ കൊണ്ടുവരുന്ന എഫേർട്ടിൽ നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ഒരു ലോകകപ്പ് നേടിയൊരു പിന്നെ ടീമിനെ ഇന്ത്യയിൽ കളിക്കാൻ കൊണ്ടുവരും. അത് മാത്രമല്ല വേറൊരു ടീമിനെ കൂടെ കൊണ്ടുവരണം. ഏത് റാങ്കിങ് 50-ന് താഴെയുള്ള ടീമിനെയും കൂടെ കൊണ്ടുവരണം. 2 ടീമുമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. ആ ടീമുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് ആ ടീമിനെ കൊണ്ടുവന്നുകൊണ്ട് അവർ കളിക്കാൻ വേണ്ടി അർജന്റീന ടീം മാത്രം വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർ കുറേ ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനനുസരിച്ച് സ്റ്റേഡിയം ആണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹോട്ടൽസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെയാണ്. അങ്ങനെയൊരു സംവിധാനം ഗവൺമെന്റ് ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതോടുകൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരും. ഇനി അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കുന്നില്ല തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ അവരുമായിട്ട് വെച്ച എഗ്രിമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെയല്ല ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം മെസ്സി വരില്ല, അർജന്റീന ടീം വരില്ല എന്ന് പറയുന്ന നെഗറ്റീവിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അതൊരു ദുഷ്ടലാക്കാണ്. അങ്ങനെ ഒരു ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കാൻ പാടില്ല. കേരളം ഒരു സംസ്ഥാനത്ത് ഒരു മീഡിയ ഹൗസ് എന്നുള്ള നിലയ്ക്കല്ല റിപ്പോർട്ടർ TV മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതെന്താണ്? അത് ഒരു ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. ഈ പറയുന്ന കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ചില്ലറയായി കാണാൻ പറ്റില്ല. ഇത്രയും വലിയൊരു കമ്പനി ഞാൻ കണക്കാക്കുന്നത് കോടിക്കണക്കിന് ആരാധകർ ഇന്ത്യയിലുള്ള ഒരു പിന്നെ എന്താണ് ക്രിക്കറ്റ് താരത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു എഫേർട്ടിനെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ജനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വരില്ല എന്ന് നെഗറ്റീവ് വളരെ എളുപ്പമാണ്. റിപ്പോർട്ടർ TV അല്ലെങ്കിൽ പിന്നെ മെസ്സി കേരളത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ AFA അർജന്റീന ടീം ഇന്ത്യയിൽ കേരളത്തിൽ കളിക്കാൻ വരില്ല എന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്തിട്ട് ആ സംവിധാനത്തെ ഇല്ലാതാക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് മെസ്സി വരും, വരാനുള്ള സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ടർ TV ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടുന്നാണ് ഈ സമയത്ത് വാർത്ത പൊട്ടിപ്പുറത്തെന്ന് എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങാടി തോറ്റയിൽ അമ്മയോട് എന്ന് പറയുന്ന ശൈലിയിലുള്ള മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ഇത് വാർത്ത വരാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടോ മെസ്സി വരില്ല എന്ന് പറയാൻ ഉള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരും. മെസ്സി വരാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ സപ്പോർട്ടാണെന്നേ. ഗവൺമെന്റ് അല്ലല്ലോ പണം മുടക്കുന്നത് റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ TV പണം